ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം വോയിസ് അവർ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു മൂവിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെടുന്നതായിരിക്കും. 2010 ജാക്ക് നായകനായി മൈക്കിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അഡ്വഞ്ചർ മൂവിയാണ് പ്രിൻസ് ഓഫ് പേർഷ്യ ദ സാൻഡ്സ് ഓഫ് ടൈം. പേർഷ്യൻ രാജകുമാരനായ ദസ്താൻ്റെ കയ്യിൽ നിഗൂഢത നിറഞ്ഞ ഒരു കടാര എത്തപ്പെടുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ആക്ഷൻ, അഡ്വഞ്ചർ, ടൈം ട്രാവലിംഗ് ഒക്കെയായി നമ്മുടെ മുന്നിൽ എത്തപ്പെടുന്നത്. നിങ്ങൾ ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് കുതിരസവാരി നടത്തുന്ന പേർഷ്യൻ സുൽത്താൻ്റെ മുന്നിലേക്ക് ഒരു തെരുവ് ബാലൻ വഴി മുടക്കിക്കൊണ്ട് അറിയാതെ വന്ന് പെട്ടുപോകുന്നതായിട്ടാണ്. ഉടനെ തന്നെ സുൽത്താൻ്റെ പടയാളികൾ ആ ബാലനെ പിടികൂടി അവനെ അവർ ആക്രമിക്കാൻ തുടങ്ങിയതും അവൻ്റെ സുഹൃത്ത് ആ പടയാളികൾക്ക് നേരെ ഒരു ആപ്പിൾ വലിച്ചെറിഞ്ഞു. ഇതോടെ സുൽത്താൻ്റെ അംഗരക്ഷകർ അവനെ പിടിക്കാനായി അവനെ പിന്നാലെ പാഞ്ഞു. പക്ഷേ ആ ബാലൻ അവരെ കുറേ വട്ടം ചുറ്റിച്ചു കളഞ്ഞു. ഒരു ബിൽഡിങ്ങിൽ നിന്നും മറ്റൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ചാടിയും ഇടവഴിയിലൂടെ ഓടിയുമൊക്കെ അവർക്ക് പിടികൊടുക്കാതിരിക്കാൻ അവൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പലരും അവനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവൻ്റെ മെയ്വഴക്കവും ധൈര്യവും സുൽത്താൻ തൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുവിധം പടയാളികൾ ആ ബാലനെ പിടിച്ചു. എന്നിട്ട് അവനെ കൊല്ലാൻ തുനിഞ്ഞതും അവിടെ എത്തിയ സുൽത്താൻ അത് തടഞ്ഞ ശേഷം തൻ്റെ അംഗരക്ഷകരോടായി പറഞ്ഞു, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഈ ബാലനെ ഇപ്പോൾ തന്നെ തൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ. തുടർന്ന് സുൽത്താൻ അനുജനായ നിസാമിൻ്റെ കുതിരപ്പുറത്ത് കയറി അവൻ കൊട്ടാരത്തിലേക്ക് യാത്രയായി. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം തെരുവിൽ നിന്നും സുൽത്താൻ ദത്തെടുത്ത് വളർത്തിയ ദസ്താൻ എന്ന അനാഥ ബാലൻ ഇന്ന് സുൽത്താൻ്റെ 2 ആൺമക്കളുടെ അനുജനായിട്ട് കൊട്ടാരത്തിൽ വളർന്നതിനോടൊപ്പം പേർഷ്യൻ സാമ്രാജ്യത്തിലെ ശക്തനായ രാജകുമാരനുമായി തീർന്നിരിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് പേർഷ്യയുടെ അതിർത്തി രാജ്യമായ അലമണ്ടിന് സമീപം വലിയൊരു സൈന്യമായി നിൽക്കുന്ന പേർഷ്യൻ സുൽത്താൻ്റെ മൂത്ത മകനായ ദസ്തിനെയാണ്. രാജകുമാരൻ ദസ്തിൻ്റെ കൂടെ അനുജൻ ഗഡ്സീവും ഇളയച്ചൻ നിസാമുമുണ്ട്. പുണ്യനഗരമായ അലമണ്ട് ആക്രമിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ അനുജനായ ദസ്താൻ എവിടെയെന്ന് കൂടെ ഉണ്ടായിരുന്നവരെ തിരക്കി. ഇതേസമയം ദസ്താൻ മറ്റൊരിടത്ത് ഗുസ്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടേക്ക് എത്തിയ ഒരു പടയാളി ദസ്താനെ യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ദസ്തിൻ്റെ അടുക്കൽ എത്തിച്ചേരണമെന്നുള്ള ആവശ്യം അറിയിച്ചു. അലമണ്ട് ആക്രമിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ നിസാം ഒരു വാളെടുത്ത് കാണിച്ചിട്ട് എല്ലാവരുടെയുമായി പറഞ്ഞു, ഇതേപോലെ അനവധി ആയുധങ്ങൾ അലമണ്ടിനുള്ളിൽ അവർ നിർമ്മിച്ച ശേഷം അവയെല്ലാം നമ്മുടെ ശത്രുരാജ്യങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അലമണ്ട് നമ്മൾ പിടിച്ചെടുക്കണം. ഈ ചർച്ചകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ദസ്താൻ തൻ്റെ അഭിപ്രായം അവരോടായി പറഞ്ഞു. കേട്ട കാര്യങ്ങളെല്ലാം സത്യമാണെന്നറിയാതെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത്. അതുമാത്രമല്ല, ഡാഷ്ലാൻഡ് നഗരത്തെ ആക്രമിക്കാനാണ് സുൽത്താൻ്റെ ഉത്തരവിലുള്ളത്. പുണ്യനഗരമായ അലമണ്ട് ആക്രമിക്കുന്നത് നമ്മുടെ പ്ലാനിൽ പോലുമില്ല. പക്ഷേ ചെറിയച്ചൻ നിസാം അലമണ്ട് ആക്രമിച്ചേ പറ്റൂ എന്ന നിലപാടിലാണ് ഇപ്പോഴും ഉള്ളത്. ഒടുവിൽ നിസാമിൻ്റെ വാക്ക് വിശ്വസിച്ച് രാജകുമാരനെ ദസ് അലമണ്ട് ആക്രമിക്കാൻ തീരുമാനിച്ചു. അലമണ്ടിലേക്ക് സൈന്യവുമായി ആദ്യം പോകുന്നത് തൻ്റെ നേതൃത്വത്തിലുള്ള പടയാളികളായിരിക്കുമെന്ന് ഹീറോ തൻ്റെ മൂത്ത സഹോദരനായി പറഞ്ഞു. ഇത് കേട്ടതും ഇവരുടെ മറ്റൊരു സഹോദരനായ ഗഡ്സേവ് അതിൻ്റെ ആവശ്യമേ ഇല്ല, എൻ്റെ പടയായിരിക്കും അലമണ്ട് ആദ്യമായി ആക്രമിക്കുക എന്നത് തർക്കിക്കാൻ തുടങ്ങി. ഹീറോയുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന രാജകുമാരൻ ദസ്ത് ഹീറോയെ തന്നെ ആദ്യം അലമണ്ട് ആക്രമിക്കാൻ അനുമതി നൽകി. ദത്തുപുത്രനായ ദസ്താനോട് നിസാമിനും ഗഡ്സേവിനും നേരത്തെ തന്നെ നീരസമുണ്ട്. അവരത് പരസ്യമായിട്ട് കാണിക്കാറില്ലെന്ന് മാത്രം. ഇതേസമയം അലമണ്ടിലെ രാജകുമാരിയെ തമീനിയുടെ അടുത്തേക്ക് അവളുടെ പടയാളികൾ പാഞ്ഞെത്തിയിട്ട് അവളോടായി പറഞ്ഞു, പേർഷ്യൻ സൈന്യം അലമണ്ട് വളഞ്ഞിരിക്കുകയാണ്, ഏത് സമയവും അവർ നമ്മളെ ആക്രമിക്കാം. ഇത് കേട്ടതും രാജകുമാരൻ തന്റെ മന്ത്രിയുടെ ആജ്ഞാപിച്ചു, നമ്മുടെ സൈന്യത്തെ യുദ്ധത്തിനായി തയ്യാറാക്കി നിർത്തൂ. ഒരു കാരണവശാലും നമ്മുടെ പക്കലുള്ള ആ പവിത്രമായ വസ്തു അവർക്ക് കിട്ടരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മാന്ത്രി അറയിലേക്ക് എത്തിക്കാനും അവൾ അവരോടായി പറഞ്ഞു. അന്നു രാത്രി തന്നെ ദസ്താൻ തന്റെ പടയാളികളുമായി അലമണ്ടിലെ കോട്ട കയറാൻ തുടങ്ങി. തുടർന്ന് കൂട്ടാളികളുടെ സഹായത്തോടെ സാഹസികമായി അവൻ കോട്ട മതിൽ മുകളിൽ എത്തുകയും ചെയ്തു. അതിന്റെ കൂടെ തന്നെ അവൻ തന്റെ പടയാളികൾക്ക് മുകളിലേക്ക് കയറാനുള്ള മാർഗം കൂടി സെറ്റാക്കിയിരുന്നു. കോട്ടയ്ക്ക് മുകളിൽ എത്തിയതും ദസ്താൻ ശത്രുക്കളെ ഓരോരുത്തരെയും വളരെയധികം മെയ്വഴക്കത്തോടുകൂടി നേരിട്ട് ഓരോരുത്തരെയും കൊന്നു തള്ളുകയാണ് ചെയ്തത്. ദസ്താനും കൂട്ടരും വളരെ പെട്ടെന്ന് തന്നെ കോട്ടവാതിൽ നിയന്ത്രണം ഏറ്റെടുക്കുകയും എന്നിട്ട് അവർ ആ വാതിൽ തുറന്ന് പേർഷ്യൻ സൈന്യത്തിന് അലമണ്ട് ആക്രമിക്കാനുള്ള സിഗ്നൽ നൽകി. ദസ്താന്റെ സിഗ്നൽ കണ്ടതും പേർഷ്യൻ സൈന്യം കോട്ട ലക്ഷ്യമാക്കി പാഞ്ഞു. കോട്ട വാതിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ചവർ ശത്രുക്കളെ ഓരോരുത്തരെയും വകവരുത്തി മുന്നേറിക്കൊണ്ടിരുന്നു. ശത്രുക്കൾ തങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ എത്തി നിറഞ്ഞ രാജകുമാരി ഉടനെ തന്നെ മാന്ത്രിക അറയിൽ അവർ സൂക്ഷിച്ചിരുന്ന അമൂല്യ വസ്തു കൊടുത്ത് തന്റെ മന്ത്രിയുടെ കയ്യിൽ കൊടുത്ത ശേഷം ഇപ്രകാരം പറഞ്ഞു, ഒരു കാരണവശാലും ഇത് ശത്രുക്കൾക്ക് കിട്ടരുത്. ഇപ്പോൾ തന്നെ ഇത് നമ്മുടെ കോട്ടയ്ക്ക് പുറത്തുള്ള ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. കോട്ടയ്ക്കുള്ളിലെത്തിയ പേർഷ്യൻ സൈന്യത്തിന് മുന്നിൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ അലമണ്ടിലെ സൈന്യത്തിന് സാധിച്ചില്ല. ദസ്താനാകട്ടെ പാഞ്ഞു നടന്നുകൊണ്ട് ശത്രുക്കളെ വകവരുത്തുകയാണ്. രാജകുമാരി ഏൽപ്പിച്ച പട്ടിൽ പൊതിഞ്ഞ അമൂല്യ വസ്തുവുമായി മന്ത്രി തന്റെ കുതിരപ്പുറത്ത് കയറി കോട്ടവാതിൽ ലക്ഷ്യമാക്കി പായുകയാണ്. ഇത് കണ്ട ദസ്താനാകട്ടെ മന്ത്രിയെ വളരെ സാഹസികമായി ആക്രമിച്ച് കുതിരപ്പുറത്തുനിന്ന് താഴേക്ക്. പിന്നീട് അവിടെ പൊരിഞ്ഞൊരു ഫൈറ്റ് തന്നെ നടന്നു. ഒടുവിൽ പരാജയപ്പെട്ട മന്ത്രിയുടെ കയ്യിൽ നിന്നും താഴെ വീണ വസ്തു എന്താണെന്ന് അറിയാനായി ദസ്താൻ അതെടുത്ത് തുറന്നു നോക്കി. അതിനുള്ളിൽ അവൻ കണ്ടത് വളരെ മനോഹരമായ ഒരു കടാരയാണ്. കാഴ്ചയിൽ ആർക്ക് സ്വന്തമാക്കാൻ തോന്നുന്ന കടാര ദസ്താൻ തന്റെ അരയിൽ തിരികെ വെച്ചു. പേർഷ്യൻ പടയാളികൾ നിഷ്പ്രയാസം അൽമണ്ട് പിടിച്ചെടുത്തു. എന്നിട്ടവർ അൽമണ്ടിലെ രാജകുമാരിയെ തമീനെ തടവിലാക്കുകയും ചെയ്തു.
രാജകുമാരിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ദസ്ത് അവളോടായി പറഞ്ഞു, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വരുംകാല സുൽത്താനായ എന്റെ വധുവാകാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന്. പക്ഷേ ദസ്തിന്റെ ആവശ്യം വളരെയധികം പുച്ഛത്തോടു കൂടി അവൾ നിരസിച്ചു കളയുകയാണ് ചെയ്തത്. ഇത് കേട്ടതും കോപാകുല ദസ്ത് തമീനെ കൊല്ലാൻ ഉത്തരവിട്ടു. തങ്ങളുടെ മാന്ത്രിക കടാര ദസ്താന അരയിൽ ഇരിക്കുന്ന കണ്ട തമീനെ ആകട്ടെ അത് ഏതു വിധേനെ സ്വന്തമാക്കാനായി താൻ ആദ്യം നിരസിച്ച ദസ്തിന്റെ വിവാഹാലോചനയിൽ തനിക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. പക്ഷെ രാജകുമാരി തമീനയുടെ പെരുമാറ്റത്തിൽ ദസ്താൻ എന്തോ സംശയമുണ്ടായിരുന്നു. ആൽമണ്ട് നിഷ്പ്രയാസം കീഴ്പ്പെടുത്തിയതിനെ കുറിച്ച് ദസ്ത് തന്റെ അനുജനായ ദസ്താനോട് സംസാരിക്കുന്നിടയിൽ അവന്റെ അരയിലിരിക്കുന്ന ആ മാന്ത്രിക കടാര കാണാനിടായി. ദസ്ത് ആ ദസ്താന്റെ അരയിൽ നിന്നും ഊരിയെടുത്തിട്ട് അവനോടായി പറഞ്ഞു, യുദ്ധം ജയിച്ചതുകൊണ്ട് ഈ കടാര നിന്റെ പ്രൈസായിട്ട് ഞാൻ എടുത്തുകൊള്ളാമെന്ന്. ഇതിനിടയിൽ അവിടെ എത്തിയ നിസാം ദസ്തിനോട് പറഞ്ഞു, ഈ നാടും ഇവിടുത്തെ രാജകുമാരിയും നിനക്ക് കിട്ടിയ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് ഈ കടാര? ഈ സമയം ദസ്താനാകട്ടെ ആ കടാര തിരികെ തന്റെ അരക്കെട്ടിലേക്ക് വെക്കുകയും ചെയ്തു. തുടർന്ന് നിസാം ദസ്തിനോട് സന്ദേശം കൈമാറി, പേർഷ്യൻ സുൽത്താൻ ഇവിടെ ഇന്ന് ഇവരെ കാണാനായി എത്തുന്നുവെന്നും. സുൽത്താൻ വന്ന ഉടനെ തന്നെ ദസ്തിനോടായി ചോദിച്ചു, നീ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്? എന്തിനാണ് ഈ പുണ്യനഗരമായ അലമണ്ട് ആക്രമിച്ചത്? അലമണ്ട് നമ്മുടെ ശത്രുക്കൾക്ക് ആയുധങ്ങൾ നിർമ്മിച്ചു നൽകുന്നതായി രഹസ്യവിവരം ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആക്രമിച്ചതെന്ന് ദസ്ത് തന്റെ പിതാവിനോടായി പറഞ്ഞു. ഏതെങ്കിലും എവിടെന്നെങ്കിലും കേൾക്കുന്നു വെച്ചിട്ട് അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് പോലും നോക്കാതെ നമ്മുടെ പൂർവികന്മാർ വരെ പുണ്യനഗരമായി കണ്ട അലമണ്ട് നീ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് കിട്ടിയ സന്ദേശം ശരിയാണോ തെറ്റാണെന്ന് പോലും നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ നിനക്ക് നല്ലൊരു രാജാവാകാനുള്ള യോഗ്യത പോലും ആയിട്ടില്ല എന്ന് ദേഷ്യത്തോടെ സുൽത്താൻ അവനോടായി പറഞ്ഞു. അലമണ്ട് നമുക്കെതിരെ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള തെളിവ് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിച്ച് അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ദസ്ത് നിരാശനായി അവിടെ നിന്ന് തിരികെ പോയി. ദസ്ത് നേരെ പോയത് ദസ്താന്റെ അടുത്തേക്കാണ്. അവനാകട്ടെ തന്റെ സുഹൃത്തുക്കളുമായി മതിലിൽ ചാടി ഡൈവ് ചെയ്യുന്ന തിരക്കിലും. ദസ്ത് അവനോടായി ചോദിച്ചു, നീ നമ്മുടെ പിതാവിന് എന്താണ് സമ്മാനമായി കൊടുക്കാൻ പോകുന്നത്? ഇത് കേട്ടതും ദസ്താൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനോടായി പറഞ്ഞു, സുൽത്താന് കൊടുക്കാൻ പറ്റിയ എന്ത് സമ്മാനമാണ് നമ്മുടെ പക്കലുള്ളത്? ഇത് കണ്ടതും ദസ്ത് തന്റെ സഹോദരനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നിന്റെ പക്കൽ ഒന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന മനോഹരമായ അങ്കി എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. ഈ അങ്കി അലമണ്ടിലെ വളരെ വിലപിടിപ്പുള്ളതാണ്. തീർച്ചയായും സുൽത്താൻ ഇത് ഇഷ്ടപ്പെടും. ഇതിന്റെ കൂട്ടത്തിൽ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ വിലമതിക്കാൻ പറ്റാത്ത ഈ നിധിയെ കൂടി നീ സുൽത്താന് കാണിച്ചു കൊടുക്കണം. തമീനെ കുറിച്ചാണ് ദസ്ത് അങ്ങനെ പറഞ്ഞത്. നിനക്ക് വീണ്ടും ഒരു വിവാഹത്തിന്റെ ആവശ്യമുണ്ടോ? ദസ്താൻ അവനോടാ ചോദിച്ചു. അലമണ്ടിലെ രാജകുമാരി വിവാഹം കഴിച്ചാൽ മാത്രമേ ഈ രാജ്യവും ഇവിടുത്തെ ജനങ്ങളും പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിൽ വിശ്വാസം നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ സുൽത്താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവളെ നീ തന്നെ കൊന്നുകളയണം. ഇതായിരുന്നു ദസ്തിന്റെ മറുപടി. അടുത്ത സീനിൽ കാണിക്കുന്നത് സുൽത്താന്റെ സദസ്സാണ്. അവിടെ ദസ്ത് സുൽത്താനായി സംസാരിക്കുന്നതിനിടയിൽ സുൽത്താൻ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ദസ്തിനെ തന്റെ അരികിലോട്ട് വിളിച്ചിട്ട് അവൻ യുദ്ധത്തിൽ കാണിച്ച മിടിക്കാൻ നല്ല രീതിയിൽ പ്രശംസിച്ച് സംസാരിച്ചു. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാവിയും കരുത്തും നിങ്ങൾ 3 പേരുമാണ്. സഹോദരങ്ങളെ നിങ്ങൾ ഒരിക്കലും വേർപിരിയരുത്. ഇതാണ് എൻ്റെ ആഗ്രഹമെന്ന് സുൽത്താൻ അവനോട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, ഞാൻ പലപ്പോഴും സുൽത്താൻ്റെ ഉത്തരവുകൾ അതേപോലെ പാലിക്കപ്പെടാറില്ല. എനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ദസ്താൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു. അത് സാരമില്ല, യഥാർത്ഥ വീരൻ ഒരിക്കലും ഉത്തരവുകൾക്ക് കീഴ്പ്പെടാറില്ല. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ തിരിവിൽ കണ്ട കുട്ടിയിലും ഇതേ ഗുണമാണ് കണ്ടത്. സുൽത്താൻ ദസ്താനോട് കാണിക്കുന്ന വാത്സല്യം ചുറ്റുമുള്ള പലർക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിതാവിന്റെ സ്നേഹമൂർന്ന വാക്കുകളിൽ സന്തോഷത്തിലായ ദസ്താൻ താൻ കൊണ്ടുവന്ന അങ്കി അദ്ദേഹത്തിന് സമ്മാനിച്ചു. സുൽത്താന്റെ കാവൽക്കാർ ആ അങ്കി അദ്ദേഹത്തെ അണിയിക്കുന്നതിനിടയിൽ ദസ്താൻ തമീനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദസ്ത് ആൽമണ്ടിലെ രാജകുമാരിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ആവശ്യമില്ല. ദസ്ത് ഇപ്പോൾ തന്നെ നിരവധി വിവാഹം കഴിച്ചിട്ടുണ്ട്. ആൽമണ്ടിലെ രാജകുമാരി ആയിരിക്കട്ടെ നിന്റെ ആദ്യ വധുവെന്ന് സുൽത്താൻ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ പറഞ്ഞു. പെട്ടെന്ന് സുൽത്താൻ അണിഞ്ഞ അങ്കിയിൽ നിന്നും പുക വരാൻ തുടങ്ങി. അദ്ദേഹം വേദന കൊണ്ട് പൊളഞ്ഞു താഴേക്ക് വീണു. ആ അങ്കിയിൽ വിഷമുണ്ട്, എത്രയും പെട്ടെന്ന് സുൽത്താൻ രക്ഷിക്കുമെന്ന് നിസാം വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടതും ദേഷ്യത്തോടെ ഗർസീവ് അലറി വിളിച്ചു, ദസ്താനാണ് ആ അങ്കി കൊടുത്തത്. ആ കൊലയാളെ ഉടനെ തന്നെ പിടിച്ചു കിട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് ദസ്താൻ ഒരു പിടിയും കിട്ടിയില്ല. സുൽത്താൻ പിടഞ്ഞു മരിക്കുന്നത് നിസ്സഹായനായി നോക്കി നിന്ന് അവന് നേരെ പടയാളികൾ പാഞ്ഞു വന്നു. പടയാളികളിൽ നിന്നും ദസ്താനെ രക്ഷിക്കാൻ നോക്കിയ സുഹൃത്തിനെ അവർ കൊന്നുകളയുകയാണ് ചെയ്തത്. പിതാവും തന്റെ ആത്മാർത്ഥ സുഹൃത്തും നിമിഷങ്ങൾക്കുള്ളിൽ കൺമുന്നിൽ കൊല്ലപ്പെടുന്ന കണ്ട ദസ്താൻ വേറെ മാർഗമില്ലാതെ തന്നെ ആക്രമിക്കാൻ വന്ന പടയാളികളെ നേരിട്ടു. അവിടെ ഈ നിൽക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കിയ തമീന ദസ്താനോട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവർ 2 പേരും അവിടെയുള്ള ജനാല വഴി താഴേക്ക് ഒറ്റച്ചാട്ടം. നേരെ വീണതാകട്ടെ താഴെയുള്ള വെള്ളക്കെട്ടിലും. ഉടനെ തന്നെ ദസ്താൻ ഒരു കുതിരയെ സംഘടിപ്പിച്ചിട്ട് തമീനയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങി. അവരെ തടയാനാകട്ടെ ഗഡ്സീവിന്റെ നേതൃത്വത്തിലുള്ള പടയാളികൾ പരമാവധി ശ്രമിച്ചെങ്കിലും അവരെല്ലാം നോക്കുകുത്തികളാക്കിയിട്ട് ദസ്താനും തമീനയും കോട്ടാതിന് പുറത്തേക്ക് പാഞ്ഞു. സുൽത്താന്റെ മരണത്തിന് കാരണം ദസ്താനാണെന്ന് കരുതി ദസ്ത് അവനെ കൊല്ലാൻ ഉത്തരവിട്ടു. ഇതേസമയം ദസ്താനും തമീനയും മരുഭൂമിയിൽ ഒരിടത്ത് വിശ്രമിക്കുകയാണ്. എൻ്റെ പിതാവിനെ കൊന്നത് ഞാനല്ല,
എനിക്ക് ആ അങ്കി തന്നത് ദസ്ത ആയിരുന്നു. അവന് സുൽത്താനാകാൻ വേണ്ടിയായിരിക്കാം ഈ ചതി എന്നോട് ചെയ്തതെന്ന് ദസ്താൻ അവളോട് പറഞ്ഞു. അവന്റെ സങ്കടങ്ങൾ കേട്ട തമീന ആശ്വസിപ്പിക്കാൻ എന്ന പോലെ അവന്റെ അരികിലേക്ക് വന്നു. എന്നിട്ടവൾ അവന്റെ അരയിൽ ഇരുന്ന മാന്ത്രിക കടാര എടുക്കാൻ നോക്കിയതും പെട്ടെന്ന് അവളെ അവൻ തള്ളി മാറ്റി. ഉടനെ തന്നെ അവൾ താഴെ ഇരുന്ന വാളെടുത്ത് അവൻ ആക്രമിക്കാൻ തുടങ്ങി. അവളുടെ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനിടയിൽ യാദൃച്ഛികമായി ദസ്താൻ ആ കടാരയുടെ പിടിയിൽ നിന്ന് അമർത്തി. കടാരയുടെ പിടിയിൽ അമർത്തിയതും കാലചക്രം പിന്നോട്ട് തിരിയാൻ തുടങ്ങി. തൊട്ടു മുന്നേ നടന്ന കാര്യങ്ങൾ പിന്നിലേക്ക് പോകുന്ന പോലെ ദസ്താന് തോന്നി. കുറച്ചു മുന്നേ തമീന അവന്റെ പക്കൽ നിന്നും കടാര എടുക്കാൻ ശ്രമിക്കുന്ന സമയത്തേക്ക് കാലചക്രം പതിയെ തിരിഞ്ഞെത്തി. എന്താണ് ഇവിടെ ഇപ്പോൾ നടന്നതെന്ന് ദസ്താൻ ഒരു പിടിയും കിട്ടിയില്ല. തമീന വീണ്ടും കടാര എടുക്കാൻ നോക്കിയതും ദസ്താൻ കടാര പിടിയിൽ വീണ്ടും പിടിച്ചമർത്തി. കാലചക്രം മുന്നേ പോലെ പിന്നിലേക്ക് പോയി. തമീന മുമ്പത്തെ പോലെ കടാര വീണ്ടും അവന്റെ കയ്യിൽ നിന്നും എടുക്കാൻ തുടങ്ങിയതും ദസ്താൻ അവളോടായി പറഞ്ഞു, നീ വീണ്ടും ഇതെടുക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായി ഞാൻ നിന്നെ കൊല്ലും. അവന്റെ ഈ വാക്കുകൾ കേട്ടതും ഞെട്ടലോടെ തമീന ചോദിച്ചു, വീണ്ടും വന്നു? അങ്ങനെയാണെങ്കിൽ നീ പവിത്രമായ കടാര ഉപയോഗിച്ചു അല്ലേ? അതെ, അറിയാതെയാണെങ്കിൽ ഞാനത് ഉപയോഗിച്ചു. കാലം പിന്നിലേക്ക് പോകുന്ന ഈ കടാരയ്ക്ക് വേണ്ടിയായിരിക്കാം ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ദസ്ത് അലമൺ ആക്രമിച്ചത്. ഈ മാന്ത്രിക കടാര ഉപയോഗിച്ച് അധികാരം നേടാനും യുദ്ധങ്ങൾ ജയിക്കാനുമുള്ള അവന്റെ പ്ലാൻ എനിക്ക് ചെറിയച്ഛനായ നിസാമിനെ അറിയിക്കണം. അദ്ദേഹത്തിന് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തിരികെ പോയേ പറ്റൂ. നേരം പുലർന്നതും ദസ്താൻ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ കൂടി നിങ്ങളുടെ കൂടെ വരാമെന്നവൾ അവനോടായി പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. പക്ഷെ ഇതൊന്നും കേൾക്കാൻ തമീന തയ്യാറായതേയില്ല. അവൾ അവന്റെ കൂടെ തന്നെ പോകാൻ തീരുമാനിച്ചു. മാന്ത്രിക കടാര പലതവണ ഉപയോഗിച്ചതുകൊണ്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്ന മണൽ തീർന്നിരുന്നു. താഴെ നിന്നും കുറച്ച് മണൽ വാരി അതിൽ ദസ്താൻ നിറയ്ക്കാൻ തുടങ്ങിയതും ഇത് കണ്ട തമീന ആകട്ടെ പുച്ഛത്തോടെ അവനോടായി പറഞ്ഞു, കുറച്ചെങ്കിലും തലയിൽ ആൾ താമസം ഉണ്ടെന്ന് ഞാൻ കരുതി. ഏതെങ്കിലും മണലൊന്നും നിറച്ചാലൊന്നും ഈ കടാരയ്ക്ക് മാന്ത്രിക ശക്തി കിട്ടത്തില്ല. അങ്ങനെ ആണെങ്കിൽ എവിടെ നിന്നാണ് അതിനുള്ള മണൽ കിട്ടുക? ഇല്ല, എനിക്കറിയത്തില്ല. അഥവാ അറിയാമെങ്കിലും പറയത്തുമില്ല. ഇത്രയും അഹങ്കാരിയാ നിനക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യം? കൊട്ടാരത്തിലെ സ്വർണ്ണ തളികൾ ഉണ്ടു വളർന്ന നിനക്ക് മനുഷ്യനെ തിരിച്ചറിയാൻ പോലും സാധിക്കത്തില്ല. വെറുപ്പോട് കൂടിയാണ് തമീന അവനോടത് പറഞ്ഞത്. ഇത് കേട്ടതും ദേഷ്യത്തോടെ ദസ്താൻ അവളോട് പറഞ്ഞു, ഞാനൊന്നും കൊട്ടാരത്തിൽ ജനിച്ചു വളർന്നവനല്ല. വെയിലും മഴയുമേറ്റ് പട്ടിണിയിൽ ആഹാരത്തിനായി അടികൂടി തെരുവിൽ വളർന്ന എന്നെ സ്വന്തം മകനെപ്പോലെ എടുത്തു വളർത്തിയ മഹാനാണ് സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലുള്ളവരെ ഞാൻ വെറുതെ വിടില്ല, അത് ആരായാലും. ഇവർ പോകുന്ന വഴിയിൽ കുറെ അസ്ഥികൂടങ്ങൾ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് കാണാം. ഇത് കണ്ടതും രാജകുമാരി ഭയത്തോടെ ദസ്താനെ നോക്കി. അവനാകട്ടെ ഇതൊക്കെ എന്ത് എന്ന മട്ടിലായിരുന്നു. എൻ്റെ തൊണ്ട വരളുന്നുണ്ട്, കുറച്ച് വെള്ളമെങ്കിലും എനിക്ക് കുടിക്കാൻ വേണം, തമീന അവനോട് ആവശ്യപ്പെട്ടു. ഉണ്ടായിരുന്ന വെള്ളമെല്ലാം നീ തന്നെയല്ലേ കുടിച്ചു തീർത്തത്. തൽക്കാലം ദാഹം സഹിക്കുക അല്ലാതെ വേറെ മാർഗമില്ല. കുറച്ചു ദൂരം പോയതും അവളുടെ ശബ്ദമൊന്ന് കേൾക്കാത്തത് കൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി. താഴെ മണ്ണിൽ ബോധം കെട്ട് കിടക്കുന്ന തമീനയാണ് അവൻ അവിടെ കാണാൻ കഴിഞ്ഞത്. താഴെ വീണു കിടക്കുന്ന രാജകുമാരിയുടെ അടുത്തേക്ക് ദസ്താൻ ഓടിയെത്തി. പെട്ടെന്ന് ബോധം കെട്ടിയെടുക്കുന്ന തമീന ഒരു എല്ലിൻ കഷ്ണം കൊണ്ട് അവൻ്റെ മണ്ടയ്ക്ക് ഒറ്റ അടി. അതോടെ ദസ്താന്റെ ബോധവും പോയി. ഈ തക്കം തൊക്കി തമീന അവൻ്റെ പക്കൽ നിന്നും മാന്ത്രിക കടാരയും എടുത്ത് അവൻ്റെ കുതിരയും അടിച്ചു മാറ്റി അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. ബോധം വന്ന ദസ്താൻ കാണുന്നത് തനിക്ക് ചുറ്റും കുതിരപ്പുറത്ത് കുറെ കൊള്ളക്കാർ നിൽക്കുന്നതായിട്ടാണ്. താഴെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയ ദസ്താൻ അടുത്തേക്ക് കൊള്ളക്കാരിൽ ഒരുത്തൻ കത്തി വലിച്ചെറിഞ്ഞു. ആ ദസ്താന ശരീരത്തിൽ കൊണ്ടില്ല എന്ന മട്ടിലാണ് അടച്ചിരുന്നത്. സിസോ എന്നാണ് അവൻ്റെ പേര്. ഒരേ സമയം 3 കത്തികൾ വരെ എറിഞ്ഞ് ശത്രുക്കളെ കൊല്ലാൻ കഴിയുന്നവൻ. താഴെ കിടന്ന കത്തിയെടുക്കാൻ തുടങ്ങിയ ദസ്താന നേരെ കൊള്ളത്തലവനായ ഷെയ്ഖ് അമീർ ചാടി വീണിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലാതിരിക്കാനുള്ള ഏതെങ്കിലും ഒരു കാരണം നീ പറയണം. ദസ്താന അടിച്ചിട്ട ശേഷം അവിടെ നിന്ന് പോയ തമീന താൻ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന മാന്ത്രിക മണലെടുത്ത് കടാരയിൽ നിറയ്ക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവളെ വളഞ്ഞുകൊണ്ട് വാളുകളുമായി കുറച്ചുപേർ ചാടി വീണു. അത് ഷെയ്ഖ് അമീറും കൂട്ടാളികളുമായിരുന്നു. തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദസ്താൻ തമീനയെക്കുറിച്ച് ഈ കൊള്ളക്കാരോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അവർ തമീനയുടെ അടുത്തേക്ക് എത്തിയത് തന്നെ. കൊള്ളക്കാർ അവളെ പിടിച്ച് തടവിലാക്കിയതും ദസ്താൻ മാന്ത്രിക കടാര അവളിൽ നിന്ന് സ്വന്തമാക്കുകയാണ് ആദ്യം ചെയ്തത്. ദസ്താനെയും തമീനയും കൊള്ളക്കാർ അവരുടെ സങ്കേതത്തിൽ എത്തിച്ചു. കടാരയും പോയി കൊള്ളക്കാരുടെ കയ്യിലുമായി. ആ ദേഷ്യത്തിൽ പിറുവിർത്തുകൊണ്ടിരുന്ന തമീനയെ ചൂണ്ടിക്കാണിച്ച് ഷെയ്ഖ് അമീർ ദസ്താനോട് ചോദിച്ചു, നിന്റെ അറിവിൽ ഇനിയും ഇങ്ങനെ കിളി പറഞ്ഞതൊക്കെ ഉണ്ടോ എന്ന്. ദസ്താൻ തമീനെ അവിടുന്ന് കുറച്ച് മാറ്റി കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവളോടായി പറഞ്ഞു, എന്നോട് നീ ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ എന്ന് പറഞ്ഞിട്ടവൻ അവളെ കഴുത്തിൽ സൂക്ഷിച്ചിരുന്ന മാന്ത്രിക മണലിലെ കുപ്പി പൊട്ടിച്ചെടുത്തു. ആ കടാരം നിങ്ങൾ ഉപയോഗിക്കരുത്, അത് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് തമീന അവനോട് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഇനി മുതൽ ഈ കടാരം ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു കൊള്ളാം എന്നായിരുന്നു അവന്റെ മറുപടി. ഇതും പറഞ്ഞ് ദസ്താൻ പുറത്തേക്ക് ഇറങ്ങിയത് മറ്റൊരു വാതിലിൽ കൂടിയാണ്. അതാകട്ടെ ഒട്ടോ പക്ഷികൾ വെച്ച് നടത്തുന്ന ഒരു റേസ് ഗ്രൗണ്ടാണ്. ആ മത്സരത്തിന്റെ ഇടയിലേക്കാണ് അവൻ ചെന്ന് ഇറങ്ങിയത് തന്നെ. അവിടേക്ക് വന്ന ഷെയ്ഖ് അമീറിനോട് അവൻ ചോദിച്ചു, ഇവിടെ വരുന്നവരെയൊക്കെ കൊന്ന് കെട്ടിത്തൂക്കുകയാണെന്ന് കേട്ടല്ലോ, അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അതൊക്കെ ഞങ്ങൾ പുറത്തുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയുള്ള
നുണക്കഥകളിൽ ഒന്നു മാത്രമാണ്. നീ വരുന്ന വഴിയിൽ കണ്ടില്ലേ കുറെ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നത്? അതൊക്കെ വെറും ഡെമ്മികൾ മാത്രമാണ്, ജനങ്ങളെ പേടിപ്പിക്കാനുള്ള വെറും ഡെമ്മികൾ. പിന്നെ ആകെയുള്ള ബുദ്ധിമുട്ട് പേർഷ്യക്കാരെ കൊണ്ടാണ്. കൊള്ളത്തലവന് പേർഷ്യൻസിനെ കുറിച്ച് അത്ര നല്ല മതിപ്പല്ല എന്ന് മനസ്സിലാക്കിയ ദസ്താനാകട്ടെ പതുക്കെ അവിടെ നിന്ന് വലിയാൻ നോക്കി. പക്ഷേ ദസ്താൻ ആരാണെന്ന് മനസ്സിലാക്കി കൊള്ളത്തലവൻ അവനോടായി പറഞ്ഞു, നിന്റെ തലയ്ക്ക് പേർഷ്യൻ സുൽത്താൻ നല്ലൊരു വിലയാണ് ഇട്ടേക്കുന്നത്, അത് നഷ്ടപ്പെടുത്താൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ദസ്താൻ ശ്രമിച്ചെങ്കിലും സിസയുടെ കത്തിയേറുകൊണ്ടുള്ള കുരുക്കിൽ അവൻ കുടുങ്ങിപ്പോയി. ഓടി വന്ന സിസയാകട്ടെ ദസ്താന്റെ ശരീരത്തിൽ നിന്നും വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കുന്നതിനിടയിൽ മാന്ത്രിക കടാര കണ്ടെടുക്കുകയും ചെയ്തു. ഇത് വെറുമൊരു കടാരയല്ലേ, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നേടാനാണ്? ദസ്താന്റെ ഈ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ തന്റെ ചെങ്കിടികൾ ഒരുത്തനെ വിളിച്ച് അവന്റെ കയ്യിലെ കടാര കൊള്ളത്തലവൻ കൊടുത്തയച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന തമീന ആരും കാണാതെ ഒട്ടകപ്പക്ഷികൾ അടച്ചിരുന്ന കൂടിന്റെ വാതിൽ തുറന്ന് അവയെ പുറത്തേക്ക് ഓടിച്ചു വിട്ട് കളഞ്ഞു. ആ ബഹളത്തിനിടയിൽ ദസ്താൻ കൊള്ളത്തലവന്റെ ചെങ്കിടിയിൽ നിന്നും കടാര കൈക്കലാക്കിയിട്ട് തമീനയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. സുൽത്താന്റെ മരണാന്ത ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് നിരവധി പ്രമുഖർ പോകുന്നുണ്ട്. അവരുടെ ആശ്രിത കൂട്ടത്തിൽ ദസ്താനും തമീനയും ആരുടെയും കണ്ണിൽപ്പെടാതെ കടന്നുകൂടി. അങ്ങനെ ഒരുവിധം ചെറിയച്ഛന നിസാമിന്റെ അരികിലെത്തിയ ദസ്താൻ ഒരു കുറിപ്പ് ആരും കാണാതെ അയാളുടെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ ഇട്ടുകൊടുത്തു. സുൽത്താന്റെ കവറടക്കത്തുള്ള ചടങ്ങിൽ എവിടെയും ദസ്ത് ഇല്ലായിരുന്നു. അവൻ അലമണ്ടിലെ പവിത്രമായ മണൽക്കൂന കണ്ടെത്താനുള്ള ശ്രമത്തിലാകാമെന്ന് ദസ്താൻ കരുതി. ദസ്താന് കുറിപ്പിടി കിട്ടിയ നിസാമാകട്ടെ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ അവൻ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. നിസാമിനെ കണ്ടതും ദസ്താൻ തനിക്ക് പറയാനുള്ളതെല്ലാം അയാളോട് പറഞ്ഞു. ഭൂതകാലത്തേക്ക് പോകുന്ന മാന്ത്രിക കടാര സ്വന്തമാക്കാനും സുൽത്താൻ ആകാനും വേണ്ടിയാണ് ദസ്ത് അങ്ങനെ ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മുടെ സുൽത്താനെ കൊന്നത് ദസ്ത് ആയിരുന്നു. ദസ്താൻ പറഞ്ഞതൊക്കെ സംശയത്തോടെ കേട്ടിരുന്ന നിസാം മാന്ത്രിക കടാര അവന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. ദസ്താൻ താൻ ഒളിപ്പിച്ചു വെച്ച കടാര പുറത്തെടുത്ത് നിസാമിനെ കാണിക്കാൻ നോക്കിയപ്പോഴാണ് അവനത് മനസ്സിലായത്. തന്റെ കയ്യിൽ നിന്നും തമീന കടാര അടിച്ചു മാറ്റിയിരിക്കുന്നുവെന്നും. അപ്പോഴാണ് ചെറിയച്ഛന്റെ കയ്യിൽ പൊള്ളലേറ്റ പാട് അവൻ കാണുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് അവൻ നിസാമിനോട് ചോദിച്ചു. സുൽത്താന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്കിത് സംഭവിച്ചത്, പരിങ്ങലോടെ നിസാം മറുപടി പറഞ്ഞു. പക്ഷെ നിങ്ങൾ സുൽത്താന്റെ അടുക്കലേക്ക് പോയതുപോലുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? സംശയത്തോടെ ദസ്താൻ നിസാമിനെ നോക്കി. പെട്ടെന്നാണ് അവിടേക്ക് പടയാളികൾ പാഞ്ഞെത്തിയത്. അവർ ദസ്താന് നേരെ അമ്പുകൾ തുടർച്ചയായി എയ്തുകൊണ്ടേയിരുന്നു. അതിൽ നിന്നെല്ലാം വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയും കെട്ടിടങ്ങളുടെ മുകളിലൂടെ ചാടിയുമൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗഡ്സീവിന്റെ മുന്നിലേക്കാണ് ദസ്താൻ വന്ന് പെട്ടത്. നമ്മുടെ പിതാവിനെ കൊന്നത് ഞാനല്ല, എനിക്കതിനെ സാധിക്കത്തില്ല. ദസ്താൻ തന്റെ സത്യസന്ധത ഗഡ്സീവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അവൻ ആക്രമിക്കുകയാണ് ചെയ്തത്. നല്ലൊരു ഫൈറ്റ് തന്നെ അവിടെ നടന്നു. ഒടുവിൽ ഗഡ്സീവനെ പരാജയപ്പെടുത്തിയ ശേഷം ദസ്താൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. തന്നെ കൊല്ലാനാണ് ദസ്താൻ ഇവിടേക്ക് വന്നത് തന്നെ. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സുൽത്താൻ പദവിയിലേക്കാണ് അവന്റെ കണ്ണ്. ജീവനോട് അവനിരിക്കുന്ന ഓരോ നിമിഷവും നമുക്കെല്ലാം ആപത്താണ്. എത്രയും പെട്ടെന്ന് അവനെ കൊല്ലണം എന്ന് നിസാം ദസ്തിനോട് പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ദസ്ത് പക്ഷേ അവനെ കൊല്ലണ്ട, ജീവനോടെ പിടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. തൽക്കാലം ഈ ഉത്തരവ് മാത്രം നടപ്പിലാക്കിയാൽ മതി. ദസ്തിന്റെ മറുപടി നിസാമിന് അത്ര ഇഷ്ടപ്പെട്ടതേയില്ല. അയാൾ നേരെ പോയത് വാടാ കൊലയാളികളുടെ സങ്കേതത്തിലേക്കാണ്. അവരുടെ തലവനാകട്ടെ വെറും ഒരു കൊലയാളി മാത്രമല്ല, ഒരു ദുർമന്ത്രവാദി കൂടിയാണ്. അവിടെയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ കൊല്ലണമെന്നുള്ള പരിശീലനത്തിലാണ് ഓരോരുത്തരും. ആ ദുർമന്ത്രവാദി തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ദസ്താൻ എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കി. എന്നിട്ടവൻ തന്റെ കൊലയാളി കൂട്ടവുമായി കുതിരപ്പുറത്തു കയറി ദസ്താനെ ലക്ഷ്യമാക്കി പാഞ്ഞു. ദസ്താനാകട്ടെ ഈ സമയം കൊണ്ട് തമീനെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ദസ്തല്ല സുൽത്താനെ കൊന്നത്, ചെറിയച്ഛൻ നിസാമാണ്. അവനാണ് ആ മഹാപാപം ചെയ്തത്. സുൽത്താൻ അണിഞ്ഞ അങ്കിയിൽ തൊടുക പോലും ചെയ്യാത്ത അവന്റെ കയ്യിൽ പൊള്ളലേറ്റ പാട് ഞാൻ കണ്ടെത്തി. ആരും കാണാതെ അയാൾ ആ അങ്കിയിൽ വിഷം പുരട്ടിയിരുന്നു. അപ്പോഴായിരിക്കാം അവന്റെ കയ്യിൽ പൊള്ളലേറ്റുണ്ടാവുക. എല്ലാം നശിച്ച മാന്ത്രിക കത്തിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ആ കടാര എടുത്ത് അവളെ കാണിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? അവളത് കണ്ട് ഞെട്ടിപ്പോയി. അതിന് കാരണം അവളുടെ കയ്യിലുണ്ടായിരുന്ന കടാര ദസ്താൻ നൈസായിട്ട് അടിച്ചു മാറ്റിയിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടെ മണൽക്കാറ്റ് വീശാൻ തുടങ്ങിയതും ഉടനെ തന്നെ അവർ ടെന്റ് കെട്ടിയിട്ട് അതിനുള്ള അഭയം പ്രാപിച്ചു. ചെറിയച്ചായ നിസാം എന്നെ കൊല്ലാൻ നോക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്പം നേരത്തേക്ക് മാത്രം പിന്നിലേക്ക് പോകുന്ന മാന്ത്രിക കടാരമുണ്ട്. എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നത്? ആ മാന്ത്രിക കടാരയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ഈ അലമണ്ടിലാണ് ഉള്ളത്. ഒരിക്കൽ ദൈവം ഇവിടേക്ക് വന്നപ്പോൾ കണ്ടതാകട്ടെ ചതിയും വഞ്ചനയും ഒക്കെയായി തമ്മിലടിക്കുന്ന മനുഷ്യരെയാണ്. അത് കണ്ട ദൈവം ഇവിടെ നശിച്ചു പോകാനായി വലിയൊരു മണൽക്കാറ്റ് തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചു. നമ്മൾ മനുഷ്യർക്ക് ഒരു അവസരം കൂടി കൊടുക്കുവാൻ ഒരു കൊച്ചു പെൺകുട്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും അതിനെ തുടർന്ന് ദൈവം ആ കൊടുങ്കാറ്റ് ഒരു കത്തിക്കുള്ളിലാക്കി അടച്ചു വെക്കുകയും ചെയ്തു. എന്നിട്ട് ആ കത്തി അവളുടെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഈ മാന്ത്രിക കടാരയുടെ ആദ്യ കാവൽക്കാരി ആ കൊച്ചുകുട്ടിയാണ്. തമീന ആ കടാരയെക്കുറിച്ച് പറയുന്ന മുഴുവൻ കേട്ട ശേഷം ദസ്താൻ അവളോട് ചോദിച്ചു, അലമണ്ടിലെ മാന്ത്രിക മണൽക്കൂനയ്ക്ക് ഇരുവശവും ആ കടാരയുടെ 2 ഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഭൂതകാലത്തേക്ക് പോകാൻ സാധിക്കും.
പക്ഷേ അത് ഈ ലോകത്തിന്റെ നാശത്തിലേക്കാണ് അവസാനിക്കുന്നത് തന്നെ. സുൽത്താന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ ഒരു സിംഹത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചത് ചെറിയച്ഛന നിസാമായിരുന്നു. ഈ മാന്ത്രിക കടാര ഉപയോഗിച്ച് ഭൂതകാലത്തേക്ക് പോയി കുട്ടിക്കാലത്ത് നടന്ന അപകടത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാതിരുന്നാൽ നിസാമിന് നിഷ്പ്രയാസം സുൽത്താനാകാം. അതിനുവേണ്ടി ആയിരിക്കാം അയാൾ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഇതൊരിക്കൽ നടക്കാൻ പാടില്ല. അത്രയും കാലം പിന്നിലോട്ട് പോയാൽ ഈ കടാര താർത്ത് അതിനുള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന മണൽക്കാറ്റ് പുറത്തേക്ക് വന്ന് ഈ ലോകത്തെ തന്നെ നശിപ്പിച്ച് കളയും. ഈ മാന്ത്രിക കടാര ആരുടെയും കണ്ണിൽ പെടാതെ ഒളിപ്പിച്ചു വെക്കുന്ന എവിടെയാണെന്ന് എനിക്കറിയാം. നിങ്ങളത് എൻ്റെ കയ്യിൽ തിരിച്ചു തരൂ എന്നവൾ അവനോട് പറഞ്ഞു. ഇല്ല, ഞാനിത് നിന്റെ കയ്യിൽ ഇപ്പോൾ തരില്ല, പക്ഷെ നിന്നെ ഞാൻ ഇത് തിരിച്ചു വെക്കാൻ സഹായിക്കാമെന്ന് ദസ്താൻ അവളോട് പറഞ്ഞു. തുടർന്ന് രണ്ടുപേരും കൂടി തമീന പറഞ്ഞ സ്ഥലം ലക്ഷ്യമാക്കി യാത്രയാവുകയും ചെയ്തു. പോകുന്ന വഴിയിൽ കണ്ട മരുപ്പച്ചയിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയ അവരുടെ അടുത്തേക്ക് എവിടെ നിന്നും ഒരു ഒട്ടകപക്ഷി ഓടിയെത്തി. അതിന് പിന്നാലെ ഷെയ്ഖ് അമീറും കൂട്ടാളികളും അവിടെ പാഞ്ഞെത്തി. എൻ്റെ സങ്കേതത്തിൽ നിങ്ങളുണ്ടാക്കിയ പ്രശ്നങ്ങൾ തീരാൻ തന്നെ 2 ദിവസമെടുത്തു. ഞാൻ ഓമനിച്ചു വളർത്തിയ ഒട്ടകപക്ഷികളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ദേഷ്യം കൊണ്ട് തുള്ളുകയാണ് അയാൾ. ദസ്താനും തമീനയും അവരോട് എന്തെങ്കിലും പറയുന്ന മുന്നേ തന്നെ രണ്ടുപേരുടെയും വായും കൈയും കെട്ടി ഷെയ്ഖ് അമീനും കൂട്ടരും അവരെയും കൊണ്ട് അവിടെ നിന്ന് പോയി. അന്ന് രാത്രിയിൽ മരുഭൂമിയിൽ തീക്കുട്ടി എല്ലാവരും കിടന്നുറങ്ങുന്നതിനിടയിൽ മണ്ണിലടിയിലൂടെ എന്തോ ഇഴഞ്ഞു വരുന്നുണ്ട്. അത് നേരെ സിസയുടെ നേർക്കാണ് പോയത്. പെട്ടെന്ന് മണ്ണിൽ നിന്നും ഉഗ്രവിഷമുള്ളൊരു പാമ്പ് സിസയുടെ നേരെ പാഞ്ഞു വന്നതും അതിനെ തീക്കൊള്ളി കൊണ്ട് ദസ്താൻ അടിച്ച് ദൂരേക്ക് എറിഞ്ഞു. ഇവരെ ആക്രമിക്കാൻ വന്നത് ആ ഒരു പാമ്പ് മാത്രമല്ല, നിരവധി പാമ്പുകൾ ഇവർക്ക് നേരെ 4 സൈഡിൽ നിന്നും പാഞ്ഞു വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെയും കടിച്ച് കാലപുരിക്ക് അയക്കുന്നുണ്ട്. അപകടം മനസ്സിലാക്കിയ ദസ്താൻ സിസയോട് അലർക്കൊണ്ട് പറഞ്ഞു, ഇവിടെ കിടന്ന് മരിക്കണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ എടുത്ത കടാര ഇപ്പോൾ തന്നെ തിരിച്ചു തന്നേക്ക്. ഇത് കേട്ടതും സിസോ കടാര ദസ്താന്റെ കയ്യിൽ കൊടുത്തു. ഒരു സെക്കൻഡ് പോലും പാഴാക്കാ ദസ്താൻ കത്തിയുടെ പിന്നിലമർത്തിയതും കാലം പിന്നിലോട്ട് പോകാൻ തുടങ്ങി. പാമ്പുകൾ ഏത് വശത്തു നിന്നൊക്കെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ദസ്താനാകട്ടെ കാലം പിന്നിലേക്ക് പോയിരുന്ന സമയത്തു തന്നെ ഇവരെ ആക്രമിക്കാമെന്ന പാമ്പുകളെയെല്ലാം നിഷ്പ്രയാസം വകവരുത്തി. ദസ്താൻ അവയെ നേരിടുന്ന അസാധാരണ വേഗത കണ്ട എല്ലാവരും അവനെ അതിശയത്തോടെ നോക്കി നിന്നു. എങ്ങനെയാണ് നിനക്കിതിന് സാധിച്ചതെന്ന് ഷെയ്ഖ് എംബർ അവനോട് ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് മാത്രമാണ് ദസ്താന്റെ മറുപടി. ഇതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെയാണ് തമീന നോക്കി നിന്നത്. എല്ലാ പാമ്പുകളെ കൊന്ന ദസ്താൻ ഇരുട്ടിൽ ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ആരോ നമുക്ക് പിന്നാലെ ഉണ്ട്. മണൽക്കാറ്റും പാമ്പുകളും എല്ലാം ആ ദുർമന്ത്രവാദിയുടെ പണികളായിരുന്നു. അടുത്ത ദിവസം രാവിലെയായി. ഇന്നലെ നമ്മളെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് ഷെയ്ഖ് അമീർ ദസ്താനോട് ചോദിച്ചു. അവരൊക്കെ ഹസാസിനാണ്, പണ്ട് പേർഷ്യൻ സൈന്യത്തിൻ്റെ പാർട്ടായിരുന്നവർ. പക്ഷേ ചെറിയച്ഛന നിസാം മറ്റാരും അറിയാതെ അവരുമായി കോണ്ടാക്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണല്ലോ എന്നെ കൊല്ലാൻ ഇവരെ പറഞ്ഞയച്ചത് തന്നെ. ഇവരുടെ കൊള്ളരുതായ്മകൾ കൊണ്ട് സുൽത്താൻ ഹസാസിൻ ഗ്രൂപ്പിനെ നിരോധിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളുടെ കയ്യിൽ പവിത്രമായൊരു കടാരമുണ്ട്. ഈ മലയുടെ താഴെയുള്ള സ്ഥലത്തേക്ക് അത് ഭദ്രമായിട്ട് കൊണ്ടുവയ്ക്കണം. അതിനായി നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുമോ എന്ന് ദസ്താൻ ഷെയ്ഖ് അമീറിനോട് ചോദിച്ചു. എൻ്റെ പൊന്നെ, ഞങ്ങളില്ലേ? നിന്റെ കൂടെ വന്നത് വെച്ച് നമുക്ക് കിട്ടിയതൊക്കെ തന്നെ ധാരാളമാണ്. ഞങ്ങളില്ലേ എന്നവൻ പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വന്നാൽ തിരിച്ച് നിങ്ങൾക്ക് വെറും കൈയോടെ പോകേണ്ടി വരില്ല. കുറഞ്ഞത് 10 കുതിരകളിൽ കൊണ്ടുപോകാനുള്ള സ്വർണമെങ്കിലും അവിടെ ഉണ്ടാകും എന്ന് തമീന അവരോട് പറഞ്ഞു. സ്വർണമെന്ന് കേട്ടതും ഷെയ്ഖ് അമീർ ഇവരോടൊപ്പം പോകാൻ തീരുമാനിച്ചു. ദസ്താനെ തിരക്കി വന്ന ഗഡ്സീവനും പടാളികളും ദസ്താൻ കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങിയ സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചു. അവിടെ അവർക്ക് കുറച്ച് ശവശരീരങ്ങൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഇതേ സമയം തമീന പറഞ്ഞ സ്ഥലത്തേക്ക് ദസ്താനും കൂട്ടർ എത്തുകയും ചെയ്തു. പക്ഷേ ആ പുണ്യസ്ഥലം ആരോ തകർത്ത് കളഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ കൊന്ന് വിലപിടിപ്പുള്ളതൊക്കെ ആരോ കവർന്നിരിക്കുന്നു. ഇവിടെ എവിടെയോ ആണ് കടാര തിരികെ വെക്കേണ്ട സ്ഥലം. അവിടെ തിരികെ വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പക്കൽ താനെ എത്തിക്കോളുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ആ സ്ഥലം കണ്ടെത്താൻ തമീനയ്ക്ക് സാധിച്ചതുമില്ല. ദൈവം ദാനമായി തന്ന ഈ ജീവൻ ദൈവം തന്നെ തിരിച്ചെടുക്കട്ടെ എന്ന് തമീന ദസ്താനോട് പറഞ്ഞു. ഇവൾ നേരത്തെ പറഞ്ഞ കഥയിൽ ആ പെൺകുട്ടി ഇവൾ തന്നെയായിരുന്നു. ഈ സമയം ഗഡ്സീവ് തൻ്റെ പടയാളികളുമായി അവിടെ എത്തി. എന്നിട്ട് അവൻ ദസ്താനോട് ആദ്യം ചോദിച്ചു തന്നെ ആ മാന്ത്രിക കടാരയെക്കുറിച്ചായിരുന്നു. അതെനിക്ക് തരാൻ സാധിക്കത്തില്ല. നീ കണ്ണു തുറന്ന് ചുറ്റുമൊന്ന് നോക്കൂ. ഇവിടെ ഉള്ളവരെയൊക്കെ ഹസാസിൻസ് കൊന്നു തള്ളിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ മാന്ത്രിക കടാര സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചില്ലെങ്കിൽ പിന്നെ വരാൻ പോകുന്നത് വലിയൊരു ദുരന്തമായിരിക്കും. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ സാധിക്കുന്നത്? അസാസിനുകളെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ സുൽത്താൻ തുടച്ചു നീക്കിയിരുന്നല്ലോ. അത് നിനക്കും അറിയാം. എന്നിട്ടാണോ ഇതേപോലെയൊക്കെ പറയുന്നത്? ഇതേ സമയം ഒരു പടയാളി ഗഡ്സീവിൻ്റെ അടുക്കൽ വന്നിട്ട് അവനോടെ പറഞ്ഞു, അടുത്ത ഗ്രാമത്തിലെ ജനങ്ങളെയെല്ലാം ആരോ ക്രൂരമായി കൊന്നുകളഞ്ഞിരിക്കുന്നു. ദസ്താൻ അവിടെ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ഡെഡ് ബോഡി ചൂണ്ടിക്കാണിച്ചിട്ട് ഗഡ്സീവിനോട് പറഞ്ഞു, ഇത്ര ക്രൂരമായിട്ട് മനുഷ്യനെ കൊല്ലുന്ന ആരായിരിക്കാം എന്ന് നിനക്കിത് കണ്ടിട്ട് മനസ്സിലായില്ലേ? എന്നെ ഇല്ലാതാക്കാനായി അസാസിനുകൾ എൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ചെറിയച്ഛനായ നിസാമാണ് ഇതിന് പിന്നിൽ. നീ പറയുന്നതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് അത്രയ്ക്ക് നിന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഗഡ്സീവ് അവനോട് പറഞ്ഞു. പിതാവ് എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്,
നിനക്കത് ഓർമ്മയുണ്ടോ? നമ്മൾ 3 പേരും എന്നും ഒരുമിച്ച് തന്നെ നിൽക്കണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ എന്നും. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇതുകൂടി കേട്ടപ്പോൾ ഗഡ്സീവിന് ദസ്താൻ പറയുന്നതിൽ എന്തൊക്കെയോ ശരികളുണ്ടെന്ന് മനസ്സിലായി. ദസ്ത് ജീവനോടെ നിന്നെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിസാം നിന്നെ കാണുന്നിടത്ത് വെച്ച് കൊല്ലാനാണ് പറഞ്ഞത്. ഞാൻ ജീവനോടെ കൊട്ടാരത്തിലെത്തിയാൽ അത് നിസാമിനെ ബാധിക്കും. അയാളുടെ പ്ലാൻ എല്ലാം തെറ്റുകയും ചെയ്യുമെന്ന് അയാൾക്ക് തന്നെ നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് എന്നെ കൊല്ലാൻ തന്നെ പറയുന്നത്. ഇക്കാര്യം ആരോടെങ്കിലും പറയാമെന്ന് വെച്ചാലോ ആരെങ്കിലും വിശ്വസിക്കണ്ടേ? നിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കാം എന്ന് ഗഡ്സീവ് തൻ്റെ സഹോദരനോടായി പറഞ്ഞു. ഗഡ്സീവ് എങ്കിലും എന്നെ വിശ്വസിക്കുന്നുള്ളൂ എന്നോർത്ത് ദസ്താന് സമാധാനമായി. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കെ പുറത്ത് എന്തൊക്കെയോ ബഹളങ്ങൾ കേട്ടു. ഉടനെ തന്നെ ഗഡ്സീവ് പുറത്തേക്കിറങ്ങി അത് എന്താണെന്ന് നോക്കാൻ പോയി. പെട്ടെന്ന് തന്നെ എവിടെ നിന്നൊക്കെയോ കുറേ അമ്പുകൾ അവൻ്റെ നെഞ്ചിൽ വന്ന് തറച്ചു. അത് ഹസാസുകളായിരുന്നു. അവർ അവിടെ ഉണ്ടായിരുന്നവരേക്ക് നിഷ്പ്രായസം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഷെയ്ഖ് അമീർ ഓടി ഒളിച്ചു. ദസ്താനും സിസോയുമാകട്ടെ ഹസാസുകൾക്കെതിരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുമുണ്ട്. മാന്ത്രിക കടാര തിരികെ വയ്ക്കാനുള്ള സ്ഥലം കണ്ടെത്ത തമീന അത് തിരികെ വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഹസാസിനുള്ള ഒരുത്തൻ അവളെ ആക്രമിച്ച് ബോധരഹിതയാക്കി. തുടർന്ന് അവിടെ ദസ്താനും ആ ഹസാസിനുമായിട്ട് പൊരിഞ്ഞൊരു ഫൈറ്റ് തന്നെ നടന്നു. ഉഗ്രവിഷമുള്ളൊരു പാമ്പ് ബോധരഹിതയായി കിടന്ന തമീനയ്ക്ക് നേരെ ഇഴഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അത് അവളെ ആക്രമിച്ചതേയില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക കടാരയായിരുന്ന ആ പാമ്പിൻ്റെ ലക്ഷ്യം. എന്നിട്ട് ആ പാമ്പ് ഹസാസിൻ ലീഡറിൻ്റെ അടുത്തേക്കാണ് പോയത് തന്നെ. എന്നിട്ട് അവൻ്റെ ജാക്കറ്റിനുള്ളിലേക്ക് കയറി പതുങ്ങിയിരുന്നു. ഹസാസിനുമായിട്ടുള്ള ഫൈറ്റിൽ മരണം മുന്നിൽ കണ്ട് ദസ്താൻ താഴേക്ക് വീണു പോയിരുന്നു. പക്ഷേ അവനെ കൊല്ലാൻ വന്ന ഹസാസിൻ്റെ നെഞ്ചത്തേക്ക് ഗഡ്സീവ് തൻ്റെ കുന്തം കുത്തിയിറക്കി. നെഞ്ചിൽ അമ്പുകൾ തറച്ച് മരണാസന്നായി കിടന്ന അവൻ ദസ്താനോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം, എങ്ങനെയെങ്കിലും നമ്മുടെ നാടിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടവൻ തൻ്റെ കണ്ണുകൾ പതിയെ അടച്ചു. ഗഡ്സീവും ദസ്താനെ വിട്ടുപോയിരിക്കുന്നു. ഗഡ്സീവിൻ്റെ മരണം താങ്ങാനാവാതെ തളർന്നുപോയ ദസ്താൻ അടുക്കലേക്ക് തമീന ഓടി എത്തിയിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് മാന്ത്രിക കടാര അവർ എടുത്തുകൊണ്ടുപോയി. ഇനി എന്ത് ചെയ്യും നമ്മൾ? നമുക്കത് എങ്ങനെയെങ്കിലും തിരിച്ചെടുത്തേ പറ്റൂ. നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, മറ്റാരുമല്ല എന്ന് ദസ്താൻ അവളോട് പറഞ്ഞു. ഇതേസമയം നിസാമിൻ്റെ അടുക്കൽ അസാസിൻ ലീഡർ എത്തിയിട്ട് തൻ്റെ കയ്യിലുള്ള പാമ്പിൻ്റെ വയർ കീറിയ ശേഷം അതിനുള്ളിൽ നിന്നും മാന്ത്രിക കടാര എടുത്ത് നിസാമിൻ്റെ കയ്യിൽ കൊടുത്തു. ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു നിസാമിനപ്പോൾ ഉണ്ടായിരുന്നത്. ഗഡ്സീവിൻ്റെ ബോഡി അടക്കം ചെയ്ത ശേഷം അതിൻ്റെ അരികിൽ തളർന്നിരുന്ന ദസ്താനോട് സിസോ ചോദിച്ചു, ഇനി എന്താണ് നിന്റെ പ്ലാൻ? ഞാൻ അലമുണ്ടിലേക്ക് പോവുകയാണ്. നിസാമിനെ എനിക്ക് തടഞ്ഞേ പറ്റൂ എന്ന് ദസ്താൻ അവനോട് പറഞ്ഞു. ഈ സമയമൊക്കെ ഷെയ്ഖ് അമീർ അവിടെ നിന്ന് കിട്ടിയ സ്വർണ്ണങ്ങൾ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അതിനുശേഷം അലമണ്ടിലേക്ക് എല്ലാവരും യാത്രയായി. അലമണ്ടിലെത്തിയ തമീന തൻ്റെ ആളുകളുടെ സഹായത്തോടെ മാന്ത്രിക കട ഇരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി. ഇക്കാര്യം അവൾ ഉടനെ തന്നെ ദസ്താനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അത് അവിടെ നിന്ന് എടുക്കുന്നത് അത്ര എളുപ്പമല്ല. അതിന് കാരണം അസാസിൻസാണ് അതിന് കാവൽ നിൽക്കുന്നത്. അവരുടെ അടുക്കൽ പോകുന്നത് തന്നെ വളരെ ആപത്താണെന്ന് കൂടി അവൾ അവരെ അറിയിച്ചു. ഇത് കേട്ടതും സിസോ അവളോട് പറഞ്ഞു, എന്തിനാണ് അടുത്തേക്ക് പോകുന്നത്? ദൂരെ നിന്ന് തന്നെ അവരെ തീർത്ത് കളയാം. അലമണ്ടിൽ പലയിടത്തും മാന്ത്രിക കടാരയ്ക്ക് ആവശ്യമുള്ള മണൽ മലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തകൃതിയെ നടക്കുന്നുണ്ട്. കടാര സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയ സിസോയ്ക്ക് നേരെ അസാസിൻ തുടർച്ചയായി കത്തികൾ വീശിയെറിഞ്ഞു. ഒരുവിധമൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ട സിസോ തക്കം കിട്ടിയതും അവൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ കത്തി എറിഞ്ഞു കയറ്റിയതും ഒരുമിച്ചായിരുന്നു. എന്നിട്ട് അവൻ ആ കടാര ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്, തൻ്റെ നെഞ്ചിൽ കുറേ കത്തികൾ തറഞ്ഞിരിക്കുന്നുള്ള കാര്യം. വേദന കടിച്ചമർത്തിയ സിസോ കടാരയുടെ അടുക്കലേക്ക് എത്തിയതും പെട്ടെന്ന് എവിടെ നിന്നൊക്കെയോ നിസാമിൻ്റെ പടയാളികൾ ഓടി അവിടേക്ക് വന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ സിസോ ആ കടാര എടുത്ത് ജനൽ വഴി താഴേക്ക് ഒറ്റയേറി. അത് കറക്റ്റായിട്ട് ദസ്താൻ്റെ അടുക്കൽ വന്ന് തറച്ചിരിക്കുകയും ചെയ്തു. തൻ്റെ ജീവൻ കളഞ്ഞ സിസോ അവൻ്റെ കടമ നിറവേറ്റുമെന്ന് ഷെയ്ഖ് അമീർ ദസ്താനോട് പറഞ്ഞു. കത്തിയിരുന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയ നിസാം കാണുന്നത് അവിടെ മരിച്ചു കൊടുക്കുന്ന സിസോയെ മാത്രമാണ്. കടാര വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. ദേഷ്യം കൊണ്ട് അവൻ അലറി വിളിച്ചു. മാന്ത്രിക കടാര കയ്യിൽ കിട്ടിയിരുന്ന ദസ്താൻ അതുമായിട്ട് ദസ്തിൻ്റെ അടുക്കിലേക്കാണ് പോയത്. ഇതേ സമയം നിസാമിൻ്റെ പടയാളികൾ ദസ്താനെ പിടിക്കാനായി പരക്കമ്പഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ കുതിരപ്പുറത്ത് പോകുന്ന ദസ്താനെ കാണുന്നത്. ഉടനെ തന്നെ അവനെ വളഞ്ഞിട്ടവർ പിടികൂടുകയും ചെയ്തു. പക്ഷേ അത് ദസ്താനെ അല്ലായിരുന്നു. ഇവരുടെ ശ്രദ്ധ മാറ്റാനായി ദസ്താന വേഷത്തിൽ പോയ ഷെയ്ഖ് അമീർ ആയിരുന്നു അത്. എല്ലാവരുടെയും കണ്ണുപിടിച്ച് ഇതേ സമയം ദസ്തിൻ്റെ അടുക്കിലേക്ക് തമീനോടൊപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ് അമീറിനോട് നിസാം ഏതൊക്കെ രീതിയിൽ ചോദിച്ചിട്ടും ദസ്താൻ എവിടെയാണുള്ളതെന്ന് അവൻ പറഞ്ഞതേയില്ല. മാന്ത്രിക മണൽക്കുന കണ്ടെത്തിയെന്ന് അവിടെ എത്തിയ ഹസാസിൻ ലീഡർ നിസാമിനോട് പറഞ്ഞു. നല്ല വാർത്തയാണിത്, പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നും മാന്ത്രിക കടാര ദസ്താൻ കൈക്കലാക്കിയിരിക്കുന്നു എന്ന് നിസാം അവനോട് പറയുകയും ചെയ്തു. ദസ്തിൻ്റെ കാവൽക്കാരുടെ കണ്ണു ഓടിച്ചിട്ട് ദസ്താൻ അവൻ്റെ അടുക്കിലേക്ക് എത്തി. എന്നിട്ട് അവൻ ദസ്തിൻ്റെ കഴുത്തിൽ വാൾ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സുൽത്താനെ കൊന്നത് ഞാനല്ല, ചെറിയ നിസാമാണ്. അയാളാണ് അങ്കിയിൽ വിഷം പുരട്ടി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അതേപോലെ അലമണ്ടിൽ എവിടെയും ആയുധപ്പുരകളുമില്ല, അവർ ആർക്കും ആയുധങ്ങൾ വിൽക്കുന്നതുമില്ല. ഇവിടെയുള്ള മാന്ത്രിക കടാരയ്ക്കും മാന്ത്രിക മണൽക്കൂനയ്ക്കും വേണ്ടിയാണ് നിസാം ഇവിടം ആക്രമിക്കാൻ നമ്മളെ നിർബന്ധിച്ചു തന്നെ. മാന്ത്രിക കടാര ഉപയോഗിച്ച് പഴയ കാലത്തേക്ക് പോയി സുൽത്താനെ ചെറുപ്പത്തിൽ ഇല്ലാതാക്കിയ ശേഷം ഇവിടുത്തെ സുൽത്താനാകാനാണ് അയാളുടെ പ്ലാൻ.
പഴയ കാലത്തേക്ക് പോകാൻ പറ്റുമെന്നോ അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് ദസ്ത് പുച്ഛത്തോടെ പറഞ്ഞു. ഇത് കേട്ടതും ദസ്താൻ മാന്ത്രിക കടാര എടുത്ത് ദസ്തിനെ കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇതിനെ പിടിയമർത്തി കഴിയുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് അവൻ ആ കടാര അവനെ നെഞ്ചിലേക്ക് തന്നെ സ്വയം കുത്തിയിറക്കി. ദസ്താൻ മരിക്കുന്നത് സങ്കടത്തോടെ തമീനെ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന നിസാം ദസ്തിനോട് പറഞ്ഞു, ഇവൻ ചെയ്ത പാവത്തുള്ള ശിക്ഷ അവൻ സ്വയം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടതും ദേഷ്യത്തോടെ ദസ് അയാളോട് പറയുകയാണ്, സൂയിസൈഡ് ചെയ്യാൻ ദസ്താൻ വെറും മണ്ടനല്ല എന്ന് പറഞ്ഞിട്ട് ദസ് കടാരയുടെ പിടിയിൽ പിടിച്ചമർത്തി. അതോടെ കാലം അല്പം പിന്നിലോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. തൊട്ടു മുന്നേ നടന്ന കാര്യങ്ങൾ വീണ്ടും ദസ്തിന് കാണാൻ കഴിയുകയും ചെയ്തു. കാലം പിന്നിലേക്ക് സഞ്ചരിച്ച് ദസ്താൻ കടാര കൊണ്ട് അവൻ്റെ നെഞ്ചിൽ സ്വയം കുത്തുന്ന സമയത്തേക്ക് ഒന്ന് നിന്നു. ഉടനെ തന്നെ ദസ് അവനെ അതിൽ നിന്നും തടഞ്ഞിട്ട് പറഞ്ഞു, നീ ഇനി ഇത് ചെയ്യരുത്. കുറച്ചു മുന്നേ നീ മരണപ്പെട്ടത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ കടാരയുടെ കൈപ്പിടിയിൽ നീ പിടിച്ചമർത്തിയല്ലേ എന്ന് ദസ്താൻ ദസ്തിനോട് ചോദിച്ചു. അതെ, ഞാനിത് ചെയ്തു. നീ എന്ത് വിശ്വാസത്തിലാണ് സൂയിസൈഡ് ചെയ്തത്? ഞാൻ ഈ കത്തിയിലെ പിടിയിൽ പിടിച്ചമർത്തിയില്ലായിരുന്നെങ്കിലോ? എനിക്കറിയാം നീ ഇത് ചെയ്യുമെന്ന്, കാരണം നമ്മൾ സഹോദരങ്ങളാണ് എന്ന് ദസ്താൻ പറഞ്ഞു. പിതാവ് മരിക്കുന്നതിന് മുന്നേ എനിക്കൊരു ഉപദേശം തന്നിരുന്നു. നല്ലൊരു നേതാവ് കൂടെ നിൽക്കുന്നവരുടെ വാക്കുകൾ കൂടി മനസ്സിലാക്കി പെരുമാറുമെന്ന്. നിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ വേണ്ടി നിന്റെ മരണം വരെ എനിക്ക് കാണേണ്ടി വന്നു. അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് ദസ്താനോട് പറഞ്ഞു. ഇതേസമയം അവിടെയെത്തിയ നിസാം എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞുവല്ലേ എന്ന് പറഞ്ഞിട്ട് ദസ്തിൻ്റെ കഴുത്തിൽ ഒറ്റ വെട്ട്. അതോടെ ദസ്ത് കൊല്ലപ്പെട്ടു പോയി. നിസാമിനെ ആക്രമിക്കാൻ വന്ന ദസ്താനെ ഹസാസിൻ പിന്നിലൂടെ ആക്രമിച്ച് താഴെയിട്ടു. ഒട്ടും സമയം പഴാക്കാതെ നിസാം ദസ്തിൻ്റെ കയ്യിൽ നിന്ന് കടാര എടുത്ത് മാന്ത്രിക മണൽക്കൂനയുടെ അടുത്തേക്ക് പാഞ്ഞു. ഹസാസിൻ ദസ്താനെ കൊല്ലാൻ നോക്കിയതും തമീൻ അവനെ കൊന്ന് ദസ്താൻ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതേസമയം തമീനെ കൊല്ലാൻ വന്നവനെ ദസ്താൻ കാലവരിക്കേക്ക് അയച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും മാന്ത്രിക മണൽക്കൂന ഉള്ളിടത്തേക്ക് പോയി. രഹസ്യ തരംഗം വഴി പോയവർ അവിടെയുള്ളൊരു കെണിയിൽ പെട്ടുപോവുകയാണ് ചെയ്തത്. ദസ്താനായിരുന്നു കെണിയിൽ വീണത്. അവൻ മണ്ണിടിച്ച് താഴേക്ക് പതിച്ചു. താഴെ ഏതോ ഒരിടത്ത് വന്ന് വീണ ദസ്താൻ രക്ഷപ്പെട്ടു കരുതിയിരിക്കെ വീണയിടമായിട്ട് വീണ്ടും ഇടിച്ച് താഴേക്ക് വീണു. അവിടെ നിന്ന് അവൻ ഏതൊക്കെയോ രീതിയിൽ രക്ഷപ്പെട്ടു ഒരു റൂമിനുള്ളിൽ സേഫായിട്ട് വന്ന് വീഴുകയാണ് ചെയ്തത്. അത് മാന്ത്രിക മണൽക്കൂനയുള്ള സ്ഥലമായിരുന്നു. പക്ഷേ അവിടെ ദസ്താനെ നേരിടാൻ ഹസാസിൻ ലീഡർ കാത്തിരിപ്പുണ്ടായിരുന്നു. പിന്നീട് അവിടെ നടന്നത് പൊരിഞ്ഞൊരു ഫൈറ്റ് ആയിരുന്നു. പാമ്പിനെ കൊണ്ട് ദസ്താനെ കൊല്ലാൻ നോക്കിയ ഹസാസിൻ ലീഡറെ അവിടുത്തെ തമീന തൻ്റെ കത്തി കൊണ്ട് തന്നെ അവൻ്റെ കഥ കഴിച്ചു. ഹസാസിൻ ലീഡറെ കൊന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനെ തന്നെ ഒരു അവസാനം ഉണ്ടാകുമെന്ന് ദസ്താനും തമീനയും കരുതിയിരുന്നപ്പോഴാണ് മാന്ത്രിക മണൽക്കൂനിലേക്ക് ഓടിയെടുക്കുന്ന നിസാമിനെ അവർ കാണുന്നത്. പെട്ടെന്ന് തന്നെ നിസാമിനെ തടഞ്ഞുകൊണ്ട് ദസ്താൻ അവനോട് ചോദിച്ചു, വെറും അധികാരത്തിന് വേണ്ടി സ്വന്തം കുടുംബം തന്നെ ഇല്ലാതാക്കാൻ തനിക്ക് എങ്ങനെയാണ് തോന്നിയത്? എൻ്റെ പിതാവിനെയും സഹോദരങ്ങളെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. ഇത് കേട്ടത് നിസാം അവനോട് പറയുകയാണ്, തെരുവിൽ കിടന്ന നിന്നെയൊക്കെ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുത്തരുണ്ടല്ലോ, അവനെയാണ് പണ്ടേ കൊല്ലേണ്ടിയിരുന്നത്. പിന്നീട് നടന്ന ഫൈറ്റിൽ ദസ്താന് മുറിവേൽക്കുകയാണ് ഉണ്ടായത്. അവനെ നിസാം താഴെ ഗർത്തത്തിലേക്ക് തള്ളിയിട്ടെങ്കിലും താഴെ വീഴാതെ അവൻ ഒരുവിധം പിടിച്ചു നിന്നു. ദസ്താൻ രക്ഷിക്കാൻ അവിടെ എത്തിയ തമീനയെയും നിസാം താഴേക്ക് തള്ളിയിട്ട് കളഞ്ഞു. മലയിടുക്കിലേക്ക് വീണ തമീനയെ ദസ്താൻ തൻ്റെ ഒറ്റക്കൈയിൽ പിടിച്ചു നിർത്തി. പക്ഷെ അധിക നേരം അവർക്കങ്ങനെ തൂങ്ങി നിൽക്കാൻ കഴിയില്ലായിരുന്നു. മാന്ത്രിക കടാര ഉപയോഗിക്കാൻ പോകാൻ തുടങ്ങിയ നിസാമിന്റെ ദസ്താൻ അവസാന പ്രതീക്ഷ എന്ന പോലെ പറഞ്ഞു, നിങ്ങളത് ഒരിക്കലും ചെയ്യരുത്. ചിലപ്പോൾ ഈ ലോകം തന്നെ നശിച്ചു പോയേക്കാം. നശിച്ചു പൊക്കോട്ടെ. ഇനി ചെകുത്താൻ ഇവിടേക്ക് ഇറങ്ങി വന്നാലും ഈ നിസാം ഒരു കൈ നോക്കുമെന്ന് അലറിക്കൊണ്ടവൻ പറഞ്ഞു. എന്നിട്ടവൻ മാന്ത്രിക മണൽക്കൂനയ്ക്ക് അടുക്കലേക്ക് പാഞ്ഞു. ദസ്താന കയ്യിൽ തൂങ്ങിക്കിടക്കവേ തമീന അവനോട് പറഞ്ഞു, ഇങ്ങനെ കിടന്നാൽ നമ്മൾ രണ്ടുപേരും മലയിടുക്കിലേക്ക് വീണ് കൊല്ലപ്പെടാം. നിനക്ക് മാത്രമേ നിസാമിനെ തടാൻ സാധിക്കത്തുള്ളൂ. ദസ്താന മറുപടിക്ക് കാത്തു നിൽക്കാതെ തമീന അവൻ്റെ കൈയുടെ പിടുത്തം വിട്ടിട്ട് താഴെ മലയിടുക്കിലേക്ക് വീണു. പ്രിയപ്പെട്ടവരൊക്കെ ഒന്നൊന്നായി ദസ്താനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ തമീനയും അവനെ വിട്ടുപോയി. മലയിടുക്കിൽ തൂങ്ങിക്കിടന്ന ദസ്താൻ അവിടെ നിന്ന് വലിഞ്ഞു കയറി നിസാമിന് പിന്നാലെ പോയി. നിസാം മണൽക്കൂനയിൽ കടാര കുത്തിയിറക്കിയതും കടാര പിടിയിൽ ദസ്താൻ ചാടി വീണ് പിടിച്ചു ഉടനെ തന്നെ അവൻ അതിൻ്റെ പിറകിൽ അമർത്തുകയും ചെയ്തു. ഉടനെ തന്നെ കാലം ഇവർ രണ്ടുപേരെയും കൊണ്ട് പിന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ദസ്താൻ ഒരുവിധം കത്തി മണൽക്കൂനിൽ നിന്നും വലിച്ചൂരി എടുത്തെങ്കിലും അപ്പോഴേക്കും കാലം കുറേ അധികം പിന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. കാലം വന്ന് നിന്നതോ ദസ്താന്റെ കയ്യിൽ ആദ്യമായിട്ട് മാന്ത്രിക കടാര കിട്ടിയ സമയത്തും. അവൻ ചുറ്റും നോക്കി. അവൻ്റെ മരണപ്പെട്ടിയ സുഹൃത്ത് ഓടി വന്ന് അവനോട് പറഞ്ഞു, നമ്മൾ അലമണ്ട് പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന്. നഷ്ടപ്പെട്ടതെല്ലാം ദസ്താൻ തിരികെ കിട്ടിയിരിക്കുന്നു. അവൻ്റെ പിതാവും സഹോദരങ്ങളും ജീവനോട് അവൻ്റെ കൺമുന്നിൽ. എങ്ങനെയെങ്കിലും ചെറിയച്ഛൻ നിസാമിൻ്റെ ചതിയിൽ നിന്നും തൻ്റെ പിതാവിനെ സഹോദരങ്ങളെയും രക്ഷിച്ചേ മതിയാകൂ. ദസ്താൻ ഉടനെ തന്നെ ദസ്തിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, അലമണ്ടിൽ എവിടെയും ആയുധപ്പുരകളില്ല. ഇവർ ആർക്കും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതുമില്ല. ഈ യുദ്ധം തന്നെ ഒരു ചതിയുടെ പാർട്ടാണ്. നമ്മുടെ ചെറിയച്ഛനെ നിസാമിൻ്റെ ചതിയായിരുന്നു ഇതെല്ലാം. സുൽത്താൻ ആവാൻ വേണ്ടിയാണ് അവൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. പക്ഷേ ദസ്താൻ പറഞ്ഞതൊന്നും ദസ്തിന് വിശ്വാസമായതേയില്ല. ഇതേസമയം അവിടെ എത്തിയ നിസാം ദസ്താനോട് പറഞ്ഞു, നിന്റെ മിടുക്കിലാണ് ഈ യുദ്ധം ജയിച്ചത്.
അതുകൊണ്ടായിരിക്കാം നീ ഇങ്ങനെ വട്ടക്കെ പുലമ്പുന്നെന്ന്. ആരെങ്കിലും ഇവന്റെ തലയിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കൂ. ബുദ്ധിപൂർവ്വം നിസാം ദിശ മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ദസ്താൻ നിസാമിനെതിരെയുള്ള തെളിവുകൾ നിരത്താൻ തുടങ്ങി. അലമണ്ടിൽ ആയുധങ്ങൾ ഉണ്ടെന്ന് നമുക്ക് വിവരം തന്ന ചാരനെ ഉടനെ തന്നെ ചോദ്യം ചെയ്യണം. അപ്പോൾ തന്നെ എല്ലാം മനസ്സിലാക്കാം. നിസാമിന്റെ ആളാണവൻ. ഈ യുദ്ധം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു. ഞാൻ അതിൽ ഇപ്പോൾ ദുഃഖിക്കുന്നുവെന്ന് ദസ്താൻ ദസ്തിനോട് പറഞ്ഞു. എല്ലാം കേട്ടിട്ട് നിസാം കൂളായിട്ട് ദസ്തിനോട് പറയുകയാണ്, നിന്റെ ഉത്തരവ് ലംഘിച്ച ദസ്താന് തക്കതാ ശിക്ഷ നൽകണം. എല്ലാം കൊണ്ടും കൺഫ്യൂഷനായിപ്പോയ ദസ്തിനോട് ദസ്താൻ ഒരു കാര്യം കൂടി പറഞ്ഞു. യുദ്ധത്തിന് ശേഷം സുൽത്താൻ ദസ്തിനോട് മാത്രം പറഞ്ഞ കാര്യം, ദസ്തിന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ദസ്താൻ പറയുന്നത് കേട്ടതും അവൻ ഞെട്ടലോട് അവനോട് ചോദിച്ചു, ഇത് നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ പിന്നെ പറയും. ആദ്യം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തീരുമാനം നീ പെട്ടെന്ന് എടുക്കണം. ദസ്തിന് പിന്നീട് ഒന്നും ആലോചിക്കേണ്ടി വന്നതേയില്ല. ഉടനെ തന്നെ അവൻ ഇവർക്ക് വിവരം തന്ന ചാരനെ പിടിച്ചുകൊണ്ടുവരുവാൻ ഉത്തരവിട്ടു. ദസ്താനെ ഇനി ജീവനോടെ വിട്ടാൽ തനിക്ക് ആപത്താണെന്ന് മനസ്സിലാക്കിയ നിസാം തന്റെ പടയാളികളോട് അവനെ കൊല്ലാൻ ഉത്തരവിട്ടു. തന്റെ നേരെ വന്ന നിസാമിന്റെ പടയാളികളെ ദസ്താൻ അരിഞ്ഞു വീഴ്ത്തി. ഒടുവിൽ നിസാമും വാളുമായി ദസ്താനെ ആക്രമിച്ചു. ദസ്താൻ ആക്രമണത്തിൽ താഴെ വീണ നിസാമിനോട് അവൻ ചോദിച്ചു, ഇത്രത്തോളം പദവിയും ബഹുമാന സ്നേഹവും കിട്ടിയിട്ടും തന്റെ അത്യാഗ്രഹം തീർന്നില്ലേ? ഇനിയെങ്കിലും മനുഷ്യനായിട്ട് ജീവിച്ചുകൂടെ എന്ന്. വീണ്ടും ദസ്താനെ ആക്രമിക്കാൻ തുനിഞ്ഞ നിസാമിന്റെ നെഞ്ചിൽ ദസ്ത് കത്തി കുത്തിയിറക്കി. അതോടെ നിസാമിന്റെ കഥയും കഴിഞ്ഞു. അതിനുശേഷം ദസ്തും പരിവാരങ്ങളും അലമണ്ടിലെ രാജകുമാരിയായ തമീനയുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് ആക്രമിക്കേണ്ടി വന്നു. അതിന് പരിഹാരമായിട്ട് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജകുമാരനായ ദസ്താനെ വിവാഹം കഴിച്ച് ഞങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. തമീനയുടെ അടുക്കലേക്ക് വന്ന ദസ്താൻ അവളോട് പറഞ്ഞു, സാധാരണ രീതിയിൽ സമ്മാനങ്ങളുമായിട്ടാണ് വിവാഹം ആലോചിക്കാൻ വരേണ്ടത്. നിർഭാഗ്യവശാൽ എനിക്കതിന് സാധിച്ചില്ല. എന്നാലും രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഞാൻ സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടവൻ മാന്ത്രിക കടാര എടുത്ത് അവൾക്ക് കൊടുത്തു. അത് കണ്ടതും അവളൊന്ന് ഞെട്ടി. തുടർന്ന് അവർ പരസ്പരം സംസാരിക്കുകയും ആ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്തു. ഇതോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്.